നമസ്കാരം. അലുമ്പ് ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം സനോജി. നമസ്കാരം. അപ്പോൾ ഒരു അലുമ്പ് ഫാമിലിയെക്കുറിച്ചാണ് വരുന്നത്. നേരത്തെ അലുമ്പായിരുന്നു, ഇലക്ഷൻ അടുപ്പിച്ചപ്പോൾ കൂടുതൽ അലുമ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിനംപ്രതി അലമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഫാമിലി. ഇപ്പോൾ അലുമ്പ് ഫാമിലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നേരത്തെ ഗുണ്ടാ ശിവൻകുട്ടിയായിരുന്ന ആൾ ഇപ്പം കൺവെർട്ടായി ഒരു കുടുംബനാഥൻ്റെയൊക്കെ അപ്രോച്ചിൽ ഒരു ദല്ലാൾ പണി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കക്ഷി ദല്ലാൾ ശിവൻകുട്ടിയായത്. നേരത്തെ ഗുണ്ടയായിരുന്നു പുള്ളി, അഴിഞ്ഞാട്ടമായിരുന്നു പുള്ളിയുടെ മെയിൻ. നിയമസഭയിലേക്ക് മുഴുവനായിട്ട് ഓടി നടക്കുക, പിന്നെ ഇടയ്ക്ക് വെച്ച് ബോധം കെട്ട് വീഴുക, കാരണം പറയുക, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ പഴയ പരിപാടി. ശിവൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന സംഹാരമൂർത്തി എന്നുള്ളതാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം നിയമസഭയിൽ പലപ്പോഴും പെരുമാറിക്കൊണ്ടിരുന്നത്. അതെ അതെ അതെ. ഇംഗ്ലീഷ് പറയുന്നവരെ വിരട്ടി പേടിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളിയുടെ പഴയ പരിപാടി. പുള്ളി അതൊന്ന് കുറച്ചൊന്ന് ഒതുങ്ങി. പഴയ വില്ലന്മാരെല്ലാം ഇപ്പോൾ കോമഡി നടന്മാരായി എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഇപ്പോൾ ദല്ലാൾ ശിവൻകുട്ടിയുടെ റോളിലാണ്. ഇവിടുന്നും ആർക്കും വിവാഹം നടത്തി കൊടുക്കപ്പെടും, അങ്ങനെ ഒരു രീതിയിലാണ്. ഇനി എപ്പോഴാണ് അദ്ദേഹം കൺവേർട്ടായി ഒരു പോക്സോ ശിവൻകുട്ടിയായിട്ട് മാറുന്നതെന്ന് അറിയില്ല. അല്ല, അതിന്റെ സാധ്യത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇന്നലെ നമ്മളിവിടെ വന്ന് കല്യാണം കഴിച്ച വൈറൽ സുന്ദരി ഉണ്ടല്ലോ, കുംഭമേളയിലൊക്കെ വൈറലായ മൊണോലിസ, അവരുടെ പ്രായം 17 ആയിട്ടുള്ളെന്നാണ് ആ കുട്ടിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ കുട്ടിയുടെ അമ്മയുമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ തന്നെ പറയുന്നത്, കുട്ടിയുടെ മാതാവ് തന്നെ പറയുന്നത്, കുട്ടിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, 18 തികഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദല്ലാൾ ശിവൻകുട്ടി വീണ്ടും പോക്സോ ശിവൻകുട്ടിയായി മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അലമ്പ് ഫാമിലി ഈ ശിവൻകുട്ടിയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് വ്യാപിക്കുകയാണ്. ഈ ഫാമിലിയുടെ ഒരു മഹത്വം മറ്റ് മേഖലകളിൽ കൂടി, മറ്റ് കുടുംബനാഥന്മാരിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ പല വിധത്തിൽ ഇത് വ്യാപിക്കുകയാണ്. ഖ്യാതി പല രീതിയിൽ അവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓരോ ആളും കുടുംബത്തിന്റെ പേര് ലോകത്തിന്റെ മറുകരയിലേക്ക് എത്തിക്കാനാണ്. കുടുംബത്തിലെ കംപ്ലൈന്റ് ബേബി ഇന്നലെ വീണ്ടും വാർത്തകളിൽ തരംഗമായിരുന്നു. അതെ, കംപ്ലൈന്റ് ബേബി വാർത്തയിൽ തരംഗമായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ റോഡ് ഉദ്ഘാടനമാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്. പിന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ, നമ്മളൊക്കെ പഴകി ദ്രവിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുള്ളി പണ്ട് മറ്റേ നമ്മുടെ ആ ഇടയ്ക്ക് ഒരു റീലുണ്ടായിരുന്നു, ഒരു തമാശക്ക് റീല്, സങ്കടമില്ല. അതെ, എന്നാലും ചെറിയൊരു വിഷമം. ചെറിയൊരു വിഷമം പുള്ളിയിൽ ഇന്നലെ എഴുതിച്ച് കണ്ടു. അത് പുള്ളിയും നേരത്തെ ഈ ആക്ഷൻ പരിപാടിയായിരുന്നു, പുള്ളിയുടെ വില്ലൻ പരിപാടിയായിരുന്നു, പീഡനമൊക്കെ ആയിരുന്നു. അതെ, ആക്ഷൻ. പുള്ളിയുടെ പീഡനമൊക്കെ ആയിരുന്നു മെയിൻ. പീഡനത്തിൽ നിന്ന് പിന്നീട് മരുമോനായതോടുകൂടി പുള്ളി ഇപ്പോൾ പരാതിപ്പെട്ടിയായി. അമ്മാവനോട് പരാതി പറഞ്ഞു ചിലപ്പം ആയിട്ടായിരിക്കാം. ഇപ്പൊ നാട്ടുകാർക്കൊരു സംശയം, ഈ മരുമകൻ അമ്മാവന്റെ ചിറകിനടിയിലാണോ, അമ്മാവൻ മരുമകന്റെ ചിറകിനടിയിലാണോ എന്നുള്ളതാണ്. അല്ല, അത് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു രീതിയിൽ ഉറപ്പിക്കാവുന്നതാണ്. കാരണം അമ്മാവന് കാരണവരില്ലേ, കാരണവർക്ക് ചെറിയ ബഹുമാനമൊക്കെ ഇവർ കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അണിയറയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണവരെ കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടു. കാരണവരിപ്പോൾ പൊതുപരിപാടികളിലൊന്നും പോയാൽ ഉച്ച സമയത്ത്, പകൽ സമയത്തൊന്നും ജലപാനം കഴിക്കാറില്ല അത്രേ. കാര്യം മരുമകൻ്റെ നിർദ്ദേശാനുസരണം കാരണവരും നോമ്പിലാണത്രേ. അതിനുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പം മൈക്കിനോടൊന്നും വലിയ കലിപ്പ് കാണിക്കാത്തത്. അല്ലെങ്കിൽ മൈക്കിനോട് ബഹളം വയ്ക്കുക, പിന്നെ മൈക്ക് സെറ്റുകാരനെ തെറി പറയുക, മഞ്ഞക്കുറ്റിയോട് ശകാരിക്കുക. പുള്ളിയുടെ വേറെ ചില ഹോബികൾ ഇങ്ങനെ നീളുന്നു. ഇനി മറ്റൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ യഥാർത്ഥ ക്ലീനർ ബേബി ഉണ്ട്. പിന്നെ ഇടവേളകളിൽ ക്ലീനിങ് പണിയെടുക്കുന്ന ശിവൻകുട്ടിയുണ്ട്. ശിവൻകുട്ടിക്ക് ഇപ്പോൾ 2 പണിയുണ്ട്. അപ്പോൾ ക്ലീനിങ്ങും ചെയ്യും. ഇപ്പോൾ ഇതിൽ 2ഉം പോകും എന്ന് പറഞ്ഞ പോലെയാണ്. പെട്രോളും പോവും, ഡീസലും പോകും എന്ന് പറഞ്ഞ പോലെയാണ്. മൾട്ടിപർപ്പസ് ആണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. അതെ, മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏജന്റാണ്. അങ്ങനെ നീളുന്നു. പിന്നെ ആരോഗ്യമന്ത്രിയുടെ വീണ ജോർജ്, ഇടയ്ക്കിടയ്ക്ക് അവർ വീഴുന്നു, ICUവിൽ വീഴുന്നു, അവിടെ നേരെ വീട്ടിലോട്ട് നിൽക്കുന്നു. അതെ, ICUവിൽ വീഴുന്നതിൻ്റെ ഒരു 3-ാം പക്കം അവർ ഉയർത്തെഴുന്നേറ്റ് ചാടി ഓടിപ്പോകുന്നു. ഇതിൻ്റെ ഇടയിൽ സാധാരണഗതിയിൽ ICUവിലാകുന്ന രോഗികൾ പിന്നെ വാർഡിലോട്ട് ഷിഫ്റ്റായി അവിടുന്ന് ബിൽ കൗണ്ടറൊക്കെ കണ്ടതിന് ശേഷമേ പുറത്തിറങ്ങാറുള്ളൂ. ഇത് ICUന്ന് ഡയറക്റ്റ് വീട്ടിലോട്ടാണ്. അതും അർദ്ധരാത്രി അവർ പോവുള്ളൂ. അതെ, രാത്രി ആരും കാണാതെ. ഈ ആശുപത്രി എങ്ങനെയാണ് ഒരു മോശം സ്ഥലമായതെന്ന് അറിയില്ല. ഇവരെന്ത് ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് പോകുന്ന ഒരു ഗതികേടിലായോ നമ്മുടെ നമ്പർ 1 കേരളം എന്നത് വീണ ജോർജിനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ ഫാമിലി ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ മുന്നിൽ ഓരോ തരം കഥകളുമായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇനി അടുത്ത കഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നിരന്തരം ഇവർ മറ്റൊരംഗം പ്രണയപരവശനാണ്.
അദ്ദേഹം പ്രണയപരവശനായിട്ട് അതെ, ഒഫീഷ്യൽ വിത്തുകാള. അതെ CPM-ന്റെ ഒഫീഷ്യൽ വിത്തുകാളായിട്ട് നേരത്തെ മറ്റു വിത്തുകാളുകളുണ്ടെങ്കിലും അവരെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ബഹുദൂരം മുന്നിലേക്ക് പോയി. അവരൊക്കെ ഈ രഹസ്യ ഫോൺ കോളിലൊക്കെ ഒതുക്കി നിർത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള ലൈനിലാണ്. അതെ, ഒരു 5000-ഓളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ പുള്ളി 5 മണിക്ക് തന്നെ വരില്ലേ എന്ന റിക്വസ്റ്റിൻ്റെ ഒക്കെ മോഡലായിരുന്നു. അത് മാത്രമല്ല ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് ഒരു പരിഭവം പറയുന്നത് കേട്ടു. ഇന്നലെ അദ്ദേഹം ഏതോ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്രക്കാരുമായിട്ട് ഇനി വലിയ കൂട്ടൊന്നുമില്ല, കാര്യം ഞാൻ ഇടയ്ക്ക് എൻ്റെ സമീപനം ഒന്ന് മാറ്റിയതാണ്, ഇൻ്റർവ്യൂ ഒക്കെ തന്നു തുടങ്ങിയതാണ്, അപ്പോൾ നിങ്ങളൊക്കെ തലയിൽ കയറുന്നു, നീയൊക്കെ എൻ്റെ കുടുംബത്തിൽ കയറി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിലാണ്. എൻ്റെ രക്തം നിങ്ങൾക്ക് തരാം, എൻ്റെ ശരീരം നിങ്ങൾക്ക് അല്ല, അങ്ങനെ ഇപ്പോൾ ഒരുത്തൻ രക്തം ഊറ്റി കുടിക്കണ്ട, അതാണ് അദ്ദേഹം ലാസ്റ്റ് കൺക്ലൂഷനിൽ പറഞ്ഞത്. ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എന്നെ ഒന്ന് അറുത്ത് മുറിച്ച് കൊല്ലായിരുന്നില്ലേ, എന്നെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ കക്ഷി കാണിച്ചു കൂട്ടിയതാണെന്നുണ്ടെങ്കിലോ, ഭാര്യയ്ക്ക് നേരെ അവിഹിതം കണ്ടെത്തിയ ഭാര്യയ്ക്ക് നേരെ അതിക്രമം, അതും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചുകൊണ്ടോ അതിക്രമം. സാധാരണ ഒരു പൗരനായിരുന്നെങ്കിൽ എപ്പോഴേ ജയിലിനകത്ത് പോകേണ്ട ഒരു കേസാണ്. പക്ഷേ ഒരു പ്രിവിലേജ്ഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ പ്രത്യേകിച്ച് കേസൊന്നും എടുത്തില്ല. ഇനി ആ കേസിന് നിയമോപദേശം അത് മാത്രമല്ല ഹരി, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം മുഖ്യമന്ത്രിക്ക് സംഭവങ്ങളൊക്കെ അറിയാം. അതല്ല, പുള്ളിക്ക് അവരുടെ കയ്യിലെല്ലാം തീവ്രത അളക്കുന്ന മെഷീനുണ്ട്. ഒരു പർട്ടിക്കുലർ തീവ്രതയ്ക്ക് മുകളിലെത്തിയാൽ മാത്രമേ ഈ കാര്യത്തിൽ CPM പീഡനമായിട്ട് കണക്കാക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ പീഡനമായിട്ട് കണക്കാക്കില്ല. ഇനി എങ്ങനെയാണ് തീവ്രത അളക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കുറേ നാളുകൊണ്ട് ഇവർ ഈ തീവ്രതയുടെ കാര്യം അളക്കുന്നുണ്ട്. തീവ്രത അളന്ന് ശരിയായ രീതിയിൽ നടത്തി വിട്ട ഒരു കക്ഷി ഇപ്പോൾ പാർട്ടിക്ക് പുറത്തും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നോക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 112-ൽ വിളിച്ചൊരു സ്ത്രീ തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ആ ആക്രമിച്ചു എന്ന് പറഞ്ഞ സ്ത്രീയെ മനോരോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആക്രമിച്ച് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടം, അതായത് സ്വന്തം മൂക്കിന് താഴെ ഒരു സ്ത്രീക്ക് നേരെ ഒരു അതിക്രമം നടന്നിട്ടും കേസെടുക്കാത്ത ഒരു ഭരണകൂടം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു സ്ത്രീ സുരക്ഷ നൽകുക എന്നത് സത്യത്തിൽ ചോദ്യം ചെയ്യേണ്ട, ഒരു തമാശയായി പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഒരു തമാശയുടെ അതിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കാര്യം പോലീസുകാർക്കേ രക്ഷയില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസുകാർക്ക് പോലും സുരക്ഷിതമില്ലാത്ത നാടാണിത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യം പോലുമില്ല. അതെ, പോലീസിനിപ്പം വേറെ ഒരുപാട് പണിയുണ്ട്. ദേശഭക്തി ഗാനം ഇടുന്ന ഒരു സെക്കൻഡ് ദേശഭക്തി ഗാനം ഇടുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോവുക, ദേശഭക്തി ഗാനം ഇടുന്ന ക്ഷേത്രങ്ങൾക്ക് നേരെ കേസെടുക്കുക, ഇനി ദേവനെ പിടിച്ചുകൊണ്ട് പോകുക, ഇനി ദേവൻ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ദേവനെ തന്നെ പിടിച്ചുകൊണ്ട് പോയി വസൂലാക്കുക എന്ന പരിപാടിയും കൂടെ ഇവർക്കുണ്ട്. അങ്ങനെ ഇവരൊരു സൈഡിൽ കൂടെ പോകുന്നു. ഇനി KSRTC ബസ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിലോ, KSRTC ബസ്സിനെ വഴിയിലിറക്കി വിടുക, അതായത് ആൾക്കാരെ സുരക്ഷിതമായ സ്ഥലത്തു നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് കാട്ടിലിറക്കി വിടുക. ഇങ്ങനെയുള്ള ചില ഹോബികൾ, ഇങ്ങനെ പണി കൊടുക്കുന്നത് എങ്ങനെയാണ്, ആൾക്കാരെ എങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്താം. ഒരു സൈഡിൽ കൂടെ കോമഡി ഷോയും മറ്റേ സൈഡിൽ കൂടെ ഒരു അക്രമവും. അങ്ങനെ ഇതിങ്ങനെ ഈ അലുമ്പ് കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അപ്പോൾ അതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്, ഈ അലുമ്പ് കുടുംബം ഇനിയും വന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ കോമഡി കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കോമഡിയാണ് നിങ്ങളുടെ കോമഡി ട്രാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കൂ എന്നുള്ള ചില ഫലിതങ്ങളാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടി വരും. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മളെ വികസനം ലക്ഷ്യമായിട്ടുള്ള നാടിൻ്റെ നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് വോട്ടർമാർ ചിന്തിക്കേണ്ടി വരും. മറിച്ച് ഇത്തരം കലാപരിപാടികളും കോമഡികളും ഇത്തരം തരികിട നമ്പറുകളുമായി മുന്നോട്ട് പോയാൽ മതിയെങ്കിൽ 3-ാം തവണ ഒന്നുകൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഈ അലുമ്പ് കുടുംബത്തെ. കാരണം നമ്പർ 1 കുടുംബം, ഈ നമ്പർ 1 കേരളത്തെ ഒരു കോമഡി പറഞ്ഞുകൊണ്ട്, കാരണം ഹാസ്യം ആയുസ് കൂട്ടുമെന്നാണല്ലോ, അങ്ങനെ ഈ ആയുസ് കൂട്ടാനുള്ളൊരു പദ്ധതി. എന്തായാലും ആരോഗ്യ മേഖല ആകെ തകർന്നു. ഈ എന്തെങ്കിലും കോമഡി കാണിച്ച് ദൈനംദിനം ജനങ്ങൾ എന്തായാലും ഈ കുടുംബത്തിന്റെ തറവാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ചില കാരണവന്മാരുണ്ട്. ഇപ്പം മറ്റേ പണിക്ക് പോകുന്ന കാരണവന്മാരുടെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ആകെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഗോവിന്ദ എന്ന് വിളിച്ചിരിക്കുന്ന മൂത്ത കാരണവരെയാണ്. അല്ല, മൂത്ത കാരണവരുടെ ഒരു ഇപ്പോൾ പൈസ വാങ്ങി, അത് കടം വാങ്ങി തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു മീഡിയേറ്ററിൻ്റെ മറ്റൊരു തറവാട് ക്ഷയിച്ചു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. അതെ, തറ വാടായിപ്പോയി, തറ വാടിക്കഴിഞ്ഞു.
അതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കാരണവരും ക്ഷയിച്ചു. മറ്റേ പരസ്യത്തിലൊക്കെ പറയും പോലെ എനിക്കും വയസ്സായി, എൻ്റെ കുടുംബത്തിനും വയസ്സായി എന്ന് പറയും പോലത്തെ അവസ്ഥയാണ്. ഗുണ്ട പണിയൊക്കെ ഇപ്പം നിർത്തി കോമഡിയിലേക്ക് മടങ്ങുന്നതും അതുകൊണ്ടാണ്. നാളെ ഇനി എങ്ങനെയാണ് കാരണഭൂതൻ കോമഡി പറയുന്നത്? ഇങ്ങനെ വയസ്സായി നാമാവശേഷമായ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട്. അതെ, അല്ല ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കാരണം എനിക്കിപ്പോൾ ചിരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. മോഹൻലാലൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ദാസൻ ചെന്നിട്ട് വിജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ചിരിക്കാനൊക്കെ പഠിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടീമിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ചിരിച്ചു പോകും, ആരും ഒന്ന് ചിരിച്ചു പോകും. അത് മാത്രമല്ല ഹരി, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ചിരിക്കാത്ത പലരും ചിരിക്കും. അതെ, ഇനിയിപ്പോൾ കാണുമ്പോൾ ഈ ചിരി മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക്. ഈ അടുത്ത 2 മാസത്തേക്ക് ചിരിക്കാത്ത രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാനാകില്ല എന്നുള്ളതാണ് സത്യം. അതെ, ഈ പൊതുവേ വെയിറ്റിട്ട് മസിൽ പിടിച്ച് നടക്കുന്ന ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ ചിരിച്ച മുഖത്തോടു കൂടി കാണണമെങ്കിൽ ഈ വരുന്ന മെയ് മാസം പകുതി വരെ കാണാൻ പറ്റും. അല്ല, ഇവർക്ക് എന്ത് ചോദിച്ചാലും ചിരിക്കാൻ പറ്റും. കാരണം വികസനം എന്തായി എന്ന് ചോദിക്കുമ്പം ചിരിക്കാൻ പറ്റും. ഇനി ആരോഗ്യമേഖല എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ചിരിക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചോദിച്ചാലും ഇനി ചിരി മറുപടിയായി ഉത്തരം പറയുന്നതാണ് ഇവർക്ക് അഭികാമ്യം. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചതുപോലെ മൈക്കിനോട് ശകാരിച്ച് പത്രക്കാരോട് കടക്കു പുറത്തു എന്ന് പറഞ്ഞ് ജനങ്ങളോട് കടക്ക് പുറത്ത്. ഇനിയിപ്പോൾ ഇപ്പം ടൂറിസം ഡിപ്പാർട്ട്മെന്റും മരുമോന്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധ്യത ഇന്നലെ തുറന്നു കിട്ടിയിട്ടുണ്ട്, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ. കേരളം ഇനിയിപ്പോൾ ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ ഒളിച്ചോടി ഇവിടെ വരിക, ഇവിടെ എത്തുന്ന മുറയ്ക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വിളിക്കുക, അവർ പറ്റുമെങ്കിൽ പാർട്ടി സെക്രട്ടറി, ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മന്ത്രിമാർ ആരെങ്കിലും വന്നു നിന്ന്, കഴിയുമെങ്കിൽ ദല്ലാൽ ശിവൻകുട്ടി തന്നെ വന്നു നിന്ന് നിങ്ങളുടെ വിവാഹം നടത്തി. അത് ഒരു പ്രത്യേക ഒരു സംവിധാനം കൂടിയാണ്. കാരണം ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധാനം കൂടെ ടൂറിസത്തിനോടൊപ്പം ഇവർ കൊണ്ടു നടക്കുന്നതും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്തായാലും എങ്ങോട്ട് പോകും ഈ അലുമ്പ് ഫാമിലി എന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയാം. എന്തായാലും കേരളം മാറുന്നുണ്ട്. അതെ. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.